5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് പത്രങ്ങളൊക്കെ പല രൂപത്തിൽ നിലമ്പൂരിൻ്റെ വാർത്തകൾ ഇട്ടിട്ടുണ്ട്. ഷൗക്കത്ത് എന്ന് പറഞ്ഞ് ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട്. മനോരമ ഇറങ്ങിയിട്ടുണ്ട്, മലയാള മനോരമ. ആര്യാടൻ എന്ന് പറഞ്ഞ് മാതൃഭൂമി. അങ്ങനെ അൻവർ നേടി, അങ്ങനെ പല രൂപത്തിലുള്ള ആര്യാടൻ നേടി, അങ്ങനെ പല രൂപത്തിലുള്ള ചാനൽ ചർച്ചകളും പറ്റിനൊക്കെ വന്നു കഴിഞ്ഞു. ഇനി 2026 നേടും എന്നാണ് നാഷണൽ ചാനലുകളിൽ പലതിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. UDF 2026 നേടും, 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള ഒരുപാട് അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കണം. നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്, രാവിലെ ആദ്യത്തെ വീഡിയോ ആയി ചെയ്യുന്നത്, നിലമ്പൂരിൻ്റെ ഒരു ചെറിയ വിശകലനം. എന്താണ് നിലമ്പൂരിൽ സംഭവിച്ചത്? 2021 2025 കമ്പയർ ചെയ്യുമ്പോൾ UDF, LDF, BJP, SDPI ഇങ്ങനെയാണ് ഇതിലൊരു ഘടന. പിന്നെ 10ഓളം പേര് മത്സരിച്ചു, അതെല്ലാം സ്വതന്ത്രന്മാരാണ്. അതിൽ BJPക്ക് കെട്ടിവെച്ച കാശ് പോയി ഇപ്രാവശ്യം. എന്നാൽ അവർ 53 വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. 2021 8595 കൂടുതൽ 8648 വോട്ട്, അതായത് 53 വോട്ട് BJP കൂടുതൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ BJP വോട്ട് അവിടെ ഉണ്ട്. അതിൽ ഒരു അധിക വോട്ടും വന്നിട്ടില്ല. നമ്മുടെ ക്രിസ്ത്യാനികളുടെ അധിക വോട്ട്, മലയോര കർഷകരുടെ വോട്ടൊന്നും വന്നിട്ടില്ല. മോഹൻ ജോർജിനെ കൊണ്ടുവന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം മലയോര കർഷകരുടെ ഒരുപാട് വോട്ട് കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആ പരീക്ഷണം പരാജയപ്പെട്ടു. അതുപോലെ മുനമ്പവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം വന്നപ്പോൾ അതിൽ വലിയൊരു വോട്ട് ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകും എന്ന് BJP സ്വപ്നം കണ്ടു. രാജീവ് ചന്ദ്രശേഖറൊക്കെ അതിനുവേണ്ടി വലിയ അധ്വാനം നടത്തി. പക്ഷേ അധ്വാനം റിസൾട്ട് ഉണ്ടായില്ല. അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് BJP ഒരുപാട് ഗ്രഹപാഠം ചെയ്യേണ്ടിയിരിക്കുന്നു. അത്ര ഈസി അല്ല കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായക്കാരെ BJPയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല. അതിന് മറ്റ് സ്ട്രാറ്റജികളും പ്രവർത്തനങ്ങളും BJP ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത് തോറ്റുപോയ ആര്യാടൻ, നമ്മുടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2021 ഇപ്പോഴത്തെയും വോട്ട് നോക്കുമ്പോൾ 14567 വോട്ടിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം 2021 സ്വരാജ് അപ്പോഴും മത്സരിച്ചത് അൻവറാണ്. 81,227 വോട്ട് പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വരാജ് പിടിച്ചിരിക്കുന്നത് 66,660 വോട്ടാണ്. ഒരു 14,560 വോട്ടിൻ്റെ കുറവ് LDFന് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അത് അൻവറായിരുന്നു അപ്പോൾ മത്സരിച്ചത്. അതിൻ്റേതായ ഒരു വ്യത്യാസമൊക്കെ വന്ന് കാണാം. സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു. പിന്നെ ആര്യാടൻ ഷൗക്കത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോഴും ജയിച്ചത് അൻവറാണ്. പക്ഷേ എങ്കിലും പിന്നെ അവിടെ നോക്കുമ്പോൾ 25 നോക്കുമ്പോൾ 21 78,527 വോട്ട് UDFന് കിട്ടിയിരുന്നു. അത് 77,377 വോട്ടായി മാറി. അപ്പോൾ അവിടെ ഒരു 790 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറവ് വന്ന വോട്ട്, പിന്നെ SDPIക്ക് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അവർക്ക് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SDPക്ക് കുറഞ്ഞ വോട്ട് എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ വോട്ട് BJPക്ക് കിട്ടാതിരുന്ന സാഹചര്യം എന്താണ്? അൻവർ കുറേ അധികം 19,760 വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. ഇതുകൂടി ആരുടെ അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വലിയൊരു പാഠമാണ്. 7 പഞ്ചായത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ കരളായി ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി 6 പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് നേടിയത് UDF ആണ്. 100 വോട്ടിനാണ് കരളായി പഞ്ചായത്തിൽ LDFന് മുൻതൂക്കം കിട്ടിയത്. എന്നാൽ സ്വരാജിന് സ്വന്തം വാർഡ്, പോത്തുകല്ലിലെ സ്വന്തം വാർഡിൽ, സ്വന്തം തറവാട് വീടിരിക്കുന്ന വാർഡിൽ സ്വരാജ് തോറ്റുപോയി, പിറകിലോട്ടാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം എന്നുള്ളതിനെ ഒരു വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നിലമ്പൂരിൽ തീർച്ചയായിട്ടും എല്ലാ പാർട്ടികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ജയിച്ച UDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ UDF ഇത്ര വോട്ടിനല്ല ജയിക്കേണ്ടത്. രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ 25,000-30,000 വോട്ടിന് പിന്നെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം അവിടെ ഇല്ലാതായി. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, BJP ഒരു പിക്ചറിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നൊരു സ്ഥിതിയാണുള്ളത്. അത് BJP വോട്ടുകൾ കുറേ അധികം രണ്ട് കൂട്ടർക്കും, ഷൗക്കത്തിനും സ്വരാജിനും പോയിട്ടുണ്ടാകാമെന്നൊക്കെ സ്ഥാനാർത്ഥി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പത്രക്കാരോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഉരുണ്ടു, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു. BJP വോട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറയുന്ന പ്രസ്താവന BJPയുടെ വോട്ടുകളെല്ലാം കിട്ടി, ഞാൻ സംതൃപ്തനാണെന്നുള്ളതാണ്. എന്തായാലും വലിയ പരീക്ഷണമാണ് അവിടെ നടന്നത്. ആ പരീക്ഷണത്തിൽ UDF ആണ് വിജയിച്ചിരിക്കുന്നത്.
നമ്മൾ കണക്കുകൾ പറയും, വർഗീയത പറയും, ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ അവസാനം നോക്കുമ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വോട്ടാണ് പ്രധാനം. ആര് വോട്ട് ചെയ്തു, ആർക്ക് വോട്ട് കിട്ടി എന്നുള്ളതാണ് പ്രധാനം. ഭൂരിപക്ഷം കൂടി വോട്ടിംഗ് ശതമാനം കൂടിയിരുന്നപ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് ആര്യയുടെ ഷൗക്കത്തിന് അനുകൂലമായിരിക്കും. എല്ലാ സർവേകളും, അതായത് എക്സിറ്റ് പോൾ ഇല്ലായിരുന്നു, അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതേസമയം ബാക്കിയുള്ള ചാനലുകളും ഓൺലൈൻ ചാനലുകളൊക്കെ ചില സർവേകളൊക്കെ നടത്തിയിരുന്നു, ജനാഭിപ്രായമൊക്കെ എടുത്തിരുന്നു. അതെല്ലാം വന്നത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് തന്നെയാണ്. കൃത്യമായ ആൻറ്റി ഇൻകംബൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഇത്രയേറെ വലിയ വോട്ടിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോഴും UDF കുറേ ഗ്രഹപാഠം ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു.